ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിത് ചക്കക്കുരു വെച്ചിട്ട് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ? ഇപ്പോൾ ചക്ക ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ്, ചക്കയുടെ സീസണാണ്. അപ്പോൾ നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. നമ്മൾ ആദ്യമായിട്ട് ചക്കക്കുരു ഷേക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഗംഭീരമാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചക്കക്കുരു തന്നെയാണ് താരം. പിന്നെ വേണ്ടത് പാല് വേണം, പഞ്ചസാര വേണം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള റെസിപ്പിക്ക് ഇത്രയും മതി. പിന്നെ അതല്ലാതെ നമുക്കിഷ്ടമുള്ള അഡീഷൻസ് വേണമെങ്കിൽ ബോൺവിറ്റയോ ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. അതേപോലെ ഐസ്ക്രീം ചേർക്കാം, അതേപോലെ പഴം വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ 2 രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബേസിക് റെസിപ്പിയുടെ കൂടെ ബോൺവിറ്റ ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പഴം ചേർത്തിട്ടുള്ള ഒരു വേർഷനും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചക്കക്കുരുവിൻ്റെ പുറത്തെ തൊലി പൊളിച്ചിട്ട് പ്രഷർ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അകത്തെ ബ്രൗൺ കളർ തൊലി നമ്മൾ കളയേണ്ടതില്ല, കാരണം അതിന് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഉള്ളത്, ഇതിൻ്റെ തൊലിയോടുകൂടി തന്നെ പ്രഷർ കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം പുറത്തെ തൊലി കളഞ്ഞാലും മതി. ഇതിപ്പോൾ നമ്മൾ അല്ലാതെ സാധാരണ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്, അതേപോലെ തന്നെ അങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് പ്രഷർ കുക്കറിൽ ഇതിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു ചക്കക്കുരുവിൻ്റെ അതേ ലെവലിൽ തന്നെ, അതായത് നെകക്ക വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതൊരു 4 വിസിലോളം വേണ്ടി വരും. അങ്ങനെ ചക്കക്കുരു നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് വെന്ത വെള്ളവും കൂടി ചേർത്ത് മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം. അത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പാല് ചേർത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബോൺവിറ്റയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് പഴവും കൂടി ചേർത്ത് അരച്ചെടുത്താൽ നമ്മുടെ അടുത്ത ഷേക്ക് റെഡി. അപ്പോൾ നമ്മൾ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അടുത്ത ഷേക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് 2ആയിട്ട് എടുക്കേണ്ടതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ പഴവും കൂടി ചേർത്തിട്ട് ഒരുമിച്ച് അരച്ചെടുക്കാം. ഈ പഴം ചേർക്കുമ്പം കുറച്ച് കൺസിസ്റ്റൻസി തിക്കാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.